കൊട്ടാരക്കരയിലെ ബാർ ജീവനക്കാരന്റെ കൊലപാതകവുമായി ബന്ധപ്പെട്ട് പ്രതി അനൂപ് ഖാനെ കൊട്ടാരക്കരയിലെ സ്വകാര്യ ലോഡ്ജുകളിലെത്തിച്ച് തെളിവെടുപ്പ് നടത്തി. ക്രൈംബ്രാഞ്ച് ഡിവൈഎസ്പി അബ്ദുൾ റഷീദിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘമാണ് പ്രതിയുമായെത്തി തെളിവെടുപ്പ് നടത്തിയത്. റിപ്പോർട്ട്. കൊലപാതകത്തിന്റെ തലേദിവസം 11 മണിക്ക് മുറിയെടുത്ത അനൂപ് ഖാൻ കൊലയ്ക്ക് പിറ്റേന്ന് രാവിലെ 9 മണിക്കാണ് മുറി വെക്കേറ്റ് ചെയ്തത്. പിന്നീട് ആശുപത്രിക്ക് സമീപമുള്ള സ്റ്റോപ്പിൽ നിന്നും ബസ് കയറി കുണ്ടറയ്ക്കും അവിടെ നിന്നും കൊട്ടിയം വഴി നാവായിക്കുളത്തേക്കുള്ള ബാറിലുമെത്തി. മദ്യപിച്ച ശേഷം വീട്ടിലേക്ക് മടങ്ങിയതായും അനൂപ് ഖാൻ പോലീസിന് മൊഴി നൽകി. 19-ാം തീയതി ബസ് സ്റ്റാൻഡിന് സമീപമുള്ള ലോഡ്ജിൽ അനൂപ് ഖാൻ പള്ളിക്കൽ എന്ന മേൽവിലാസത്തിൽ ഒരു ദിവസം താമസിച്ചിരുന്ന മുറി പ്രതി പോലീസിന് കാട്ടിക്കൊടുത്തു. ലോഡ്ജിന്റെ ചുമതലക്കാരൻ പ്രതിയെ തിരിച്ചറിഞ്ഞു. അഞ്ചലിൽ നിന്നും 20-ാം തീയതി പുതിയ ചെരുപ്പ് വാങ്ങിയ പ്രതി അതേ ദിവസം ആയൂരിൽ നിന്നും പുതിയ തോർത്തും വാങ്ങിയിരുന്നു. ഈ തോർത്താണ് കൊലപാതക സമയത്ത് ഉപയോഗിച്ചിരുന്നത്. കൊല നടത്തിയ ദിവസം കൊട്ടാരക്കരയിലെ ലോഡ്ജുകൾ മുഴുവൻ അരിച്ചുപെറുക്കിയെന്ന പോലീസിന്റെ അവകാശവാദം ഈ മൊഴികളിലൂടെ പൊളിഞ്ഞു. 24-ാം തീയതി മരിച്ച ഗോപകുമാറിന്റെ മൊബൈൽ ഉപയോഗിച്ച് പലയിടത്തേക്കും പ്രതി വിളിച്ചിട്ടുണ്ട്. ഇതിന്റെ മുഴുവൻ വിവരങ്ങളും പോലീസിന് ലഭിച്ചു. പാരിപ്പള്ളി കൊലക്കേസിൽ പ്രതിയായ അനൂപ് ഖാൻ മറ്റൊരു കൊലപാതകം നടത്തി പോലീസിന്റെ മൂക്കിന് താഴെ ടൌണിലെ 2 ലോഡ്ജുകളിൽ താമസിച്ചിട്ടും ഒന്നും ചെയ്യാൻ കൊട്ടാരക്കര പോലീസിന് കഴിഞ്ഞിരുന്നില്ല. പ്രതിയുടെ കസ്റ്റഡി കാലാവധി വെള്ളിയാഴ്ച അവസാനിക്കുന്നതോടെ പ്രതിയെ കൊട്ടാരക്കര കോടതിയിൽ ഹാജരാക്കും. ദൃശ്യ ന്യൂസ്, കൊട്ടാരക്കര.